ക്യാങ് ദ കോൺകറിനെ എന്തായാലും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് റീപ്ലേസ് ചെയ്തു. പക്ഷേ വെറുതെ അങ്ങ് എടുത്തു മാറ്റി അടുത്ത സ്റ്റോറി പറയാനൊന്നും പറ്റില്ല. അതിന് കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷനെ കൊടുക്കണം. ക്യാങ് കൗൺസിലിനെ വെച്ച് ഒരു വലിയ യുദ്ധത്തിന് റെഡിയായ ക്യാങ്ങും ആ ക്യാരക്ടറിൻ്റെ വേരിയൻസും എവിടെ പോയെന്ന് അറിയണം. ഇതെല്ലാം ഓഡിയൻസിന് കൺവേ ആവുന്ന തരത്തിൽ വേണം കഥ പറയാൻ. റീപ്ലേസ് എന്ന് പറഞ്ഞെങ്കിൽ പോലും ക്യാങ് കൗൺസിലിനെ കുറിച്ച് മെൻഷൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ജോനാഥൻ മേജേഴ്സിനെ അല്ലേ കൊണ്ടുവരാൻ പറ്റാത്തുള്ളൂ. എന്താ നടന്നതെന്ന് പറയണോണ്ട് കുഴപ്പമില്ലല്ലോ. ക്യാങ് കൗൺസിലിനെ ഇല്ലാണ്ടാക്കി ഡോക്ടർ ഡൂമിന് വേണ്ടി കഥ പറയാൻ കുറച്ച് വഴിയുണ്ട്. അതിലൊന്നാണ് ഡോക്ടർ ഡൂം ക്യാങ് കൗൺസിലിനെ കൊല്ലണത്. കഥ എടുത്ത് നോക്കിയാൽ ക്യാങ് വേരിയൻസിൻ്റെ ടീമിനെ ജസ്റ്റ് ഉൾപ്പെടുത്തി എന്താ സംഭവിച്ചതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേക്കാൾ മോശമായിരിക്കും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാണ്ട് അടുത്ത കഥ പറയണത്. ശരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം കഥ മുന്നോട്ട് പോകണമെങ്കിൽ ക്യാങ് ദ കോൺകറിനും ആ ക്യാരക്ടറിൻ്റെ വേരിയൻസിനൊക്കെ എന്താ പറ്റിയെന്ന് അറിയണം. ഒരു സമയത്ത് അത്രയും വലിയ ഹൈപ്പിൽ അവതരിപ്പിച്ച ഒരു ക്യാരക്ടറായിരുന്നു ക്യാങ്. നമുക്കെല്ലാവർക്കും അറിയാം അവഞ്ചേഴ്സ് എങ്ങനെയായിരിക്കും ആ ഒരു വില്ലനെ ഫേസ് ചെയ്യാൻ പോകണമെന്ന് അറിയാൻ എല്ലാവരും ക്യൂരിയസ് ആയിരുന്നു. പക്ഷെ അത് നടന്നില്ല. ദേ ഇപ്പോൾ ഡോക്ടർ ഡൂം വരുന്നു, അത് മൾട്ടിവേഴ്സിനെ കീഴടക്കാൻ. ക്യാങ്ങിനെയും ആ ക്യാരക്ടറിൻ്റെ വേരിയൻസിനെയും ഡോക്ടർ ഡൂമിനെ ഇല്ലാണ്ടാക്കാൻ പറ്റായിരിക്കൊന്നുമില്ല. ക്യാങ്ങിനെയും ഡോക്ടർ ഡൂമിനെ എടുത്താൽ ക്യാങ് ദ കോൺകർ ഫുൾ തൻ്റെ പവേഴ്സ് യൂസ് ചെയ്യണത് ടെക്നോളജിയിലൂടെയാണ്. ആക്ച്വലി ആ ഒരു ക്യാരക്ടറിന് പവേഴ്സ് ഒന്നുമില്ല. അയൺമാനെ പോലെയൊക്കെ ഫുൾ ടെക്നോളജി വൈസ് ഒക്കെയാണ് ആ ഒരു ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തമ്മിലൊരു വലിയ ഫൈറ്റ് വന്നാലും ക്യാങ്ങിന് യൂസ് ചെയ്യാൻ ആകെ ടെക്നോളജി മാത്രമേ ഉള്ളൂ. പക്ഷേ ഡോക്ടർ ഡൂമിന് അങ്ങനെയല്ല, പവർ ഉണ്ട്. ആ ഒരു ക്യാരക്ടറിൻ്റെ പവർ എന്ന് പറയുന്നത് ഡാർക്ക് മാജിക് ആണ്. അതുപോലെ തന്നെ ടെക് യൂസറും ആണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അയൺമാൻ മാജിക് യൂസ് ചെയ്യണ പോലെ ഇരിക്കും. ഇവർ തമ്മിലൊരു ഫൈറ്റ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഡോക്ടർ ഡൂമിന് തന്നെയാണ് അഡ്വാൻറ്റേജ്. ഡോക്ടർ ഡൂമായിട്ട് ആർഡിച്ച് മിക്കവാറും ഫെന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിൽ ഡെബ്യൂട്ട് നടത്തും. ആ ഒരു ക്യാരക്ടർ ആരാണെന്ന് അറിയാൻ എല്ലാവരും ആകാംക്ഷയിലാണ്. ടോണി സ്റ്റാർക്കിൻ്റെ വേരിയൻ്റ് ആയ ഒരു ഡൂമിനെ കാണാനാണ് അധികം ആൾക്കാരും വെയിറ്റ് ചെയ്യണത്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണാൻ പോകുന്നത് വിക്ടർ വൂൺ ഡൂമിനെ തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ RDJയുടെ അയൺമാനെ നമ്മൾ കണ്ടതാണ്. ആ ക്യാരക്ടർ ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടാക്കി. ശേഷം RDJ വേറൊരു ക്യാരക്ടറിൽ റിട്ടേൺ ആവുന്നു, അതും ഒരു വില്ലനായിട്ട്. മിക്കവാറും ഇത് ഹീറോസിനെ കൺഫ്യൂസ് ചെയ്യും. എങ്കിലും ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുമ്പോൾ അയൺമാൻ ആണെന്ന് തോന്നാത്ത രീതിയിൽ വേണം അവതരിപ്പിക്കാൻ. ടോണി സ്റ്റാർക്കിൻ്റെ ഒരു മാനറിസവും ഡോക്ടർ ഡൂമിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ RDJ ഫെയിലായെന്നാണ് അർത്ഥം. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൽ ജോണി സ്റ്റോമായിട്ട് ക്രിസ് എവൻസിനെ കൊണ്ടുവന്ന പോലെ അയൺമാനായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ക്യാരക്ടറായിട്ടായിരിക്കും ചിലപ്പോൾ RDJ റിട്ടേൺ ആവണേ. പോസിബിളി ഫെന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിൻ്റെ മിഡ് ക്രെഡിറ്റ്സിലോ പോസ്റ്റ് ക്രെഡിറ്റ്സിലോ ഡോക്ടർ ഡൂം ഡെബ്യൂട്ട് എടുത്തേക്കാം. പടത്തിലെ മെയിൻ വില്ലൻ ഗലാക്ടസ് ആയിരിക്കും. ഗലാക്ടസിനെ എങ്ങനെയാണ് അവർ ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. മേ ബി വേറെയും പല കോസ്മിക് ബീങ്ങിനെ ഈ ഒരു പടത്തിൽ കാണിച്ചേക്കാം. ഫെന്റാസ്റ്റിക് ഫോർ വേറൊരു യൂണിവേഴ്സിൽ നടക്കുന്ന സ്റ്റോറിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ ഗലാക്ടസിനെ കൺട്രോളിലെടുത്തോ അല്ലെങ്കിൽ ഗലാക്ടസ് ആയിട്ട് ഒരു ഡീൽ വെച്ചോ മൾട്ടിവേഴ്സിനെ ടേക്ക് ഓവർ ചെയ്യാൻ നോക്കുന്ന ടൈമിലായിരിക്കാം ഡോക്ടർ ഡൂമിന് ക്യാങ് കൗൺസിലിനെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ആ ഒരു സമയം ഗലാക്ടസിൻ്റെ ഹെൽപ്പോടെ തന്നെ എല്ലാ വേരിയൻസിനും ഡോക്ടർ ഡൂം കൊന്നേക്കാം. അല്ലെങ്കിൽ ബാറ്റിൽ വേർഡിൻ്റെ ക്രിയേഷൻ ടൈമിൽ എല്ലാ ക്യാങ് വേരിയൻസും ഇല്ലാണ്ടായെന്ന് വേണമെങ്കിലും കഥ പറയാം. ചിലപ്പോൾ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഓപ്പണിംഗ് സീക്വൻസ് തന്നെ ക്യാങ്ങിന് എന്ത് പറ്റിയെന്ന് കാണിച്ചുകൊണ്ടായിരിക്കും. അതൊരു പ്രൊലോഗ് പോലെ കാണിച്ചിട്ട് ഡോക്ടർ ഡൂം ക്യാങ് വേരിയൻസിനെല്ലാം കൊന്നു എന്ന് വേണമെങ്കിൽ കഥയിൽ കാണിക്കാം. അല്ലെങ്കിൽ ഇൻഫിനിറ്റി വാറിൽ താനോസിൻ്റെ ഇൻട്രോ പോലെ എല്ലാ ക്യാങ് വേരിയൻസിനെ കൊന്നു നിൽക്കുന്ന ഡോക്ടർ ഡൂമിൽ കഥ തുടങ്ങാം. അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഡൂം എത്രത്തോളം റൂത്ത്ലെസ് ആണെന്ന് ആ ഒരു ഓഡിയൻസിന് മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ ആ ഒരു ക്യാരക്ടർ എത്രത്തോളം പവർഫുൾ ആണെന്നൊക്കെ ഓഡിയൻസിന് കൺവിൻസ് ചെയ്യാൻ പറ്റും. ഇനി അതിനു വേണ്ടി RDJനെ കൊണ്ടുവരണമെന്നൊന്നുമില്ല. ഡോക്ടർ ഡൂമിന് ഓരോ ഹീറോസ് ക്യാങ്ങിനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് കഥ തുടങ്ങാം. അതായത് ഡോക്ടർ ഡൂമിനെ വെച്ച് ക്യാങ് കൗൺസിലിനെ നശിപ്പിച്ച് ഡോക്ടർ ഡൂമിന് ഇൻട്രോ കൊടുക്കുന്നത് എത്രത്തോളം അടിപൊളി ആയിരുന്നാലും ഇൻഫിനിറ്റി വാറിൻ്റെ ആ ഒരു റിപ്പീറ്റേഷൻ വരും അതിൽ. അതിന് പകരമായിട്ട് അവഞ്ചേഴ്സ് ക്യാങ്ങിനെ തോൽപ്പിച്ച് ലോകത്തെ രക്ഷിച്ചു എന്നുള്ളൊരു വാർത്തയെന്ന് സിനിമ തുടങ്ങാം. നിലവിൽ ഇപ്പോൾ MCUവിൽ അവഞ്ചേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നില്ല. സിവിൽ വാറിൽ ഡിസ്മാൻഡിലായ അവഞ്ചേഴ്സ് ലാസ്റ്റ് യുണൈറ്റ് ആയത് എൻഡ് ഗെയിമിലാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നാൽ അതൊരു പ്രോപ്പർ അസംബിൾ ആണെന്ന് തോന്നുന്നില്ല. പോരാത്തതിന് അവഞ്ചേഴ്സിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് ഇതുവരെ വന്ന് ഒരു പ്രൊജക്റ്റിലോട്ട് പറഞ്ഞിട്ടുമില്ല. മേ ബി അങ്ങനൊരു ടീം ഇല്ലാത്തതുകൊണ്ടായിരിക്കും തണ്ടർബോൾട്ടൊക്കെ എക്സിസ്റ്റൻസിൽ വരുന്നത്. അങ്ങനെ അവർക്ക് ആദ്യം ആ ഒരു പടത്തിലിടുന്ന പേര് ഡാർക്ക് അവഞ്ചേഴ്സ് എന്നോ അനാർക്കി അവഞ്ചേഴ്സ് എന്നൊക്കെ ആയിരിക്കും. ലാസ്റ്റ് അത് മാറ്റി തണ്ടർബോൾട്ട് എന്ന് ആക്കണതായിരിക്കും. പോസിബിളി അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ തുടക്കത്തിൽ അവഞ്ചേഴ്സ് വീണ്ടും റീയൂണൈറ്റ് ആയെന്ന് പറഞ്ഞ് കഥ കൊണ്ടുപോകാം. അല്ലെങ്കിൽ തണ്ടർബോൾട്ടൊക്കെ പോലെയുള്ള പ്രൊജക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് അവഞ്ചേഴ്സിനെ വീണ്ടും റീയൂണൈറ്റ് ചെയ്യാം. അതിന് തുടക്കം കുറിക്കാൻ പറ്റിയ സിനിമയാണ് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് ഒക്കെ. ആ പടത്തിൽ തണ്ടർബോൾട്ട് റോസ് നമ്മുടെ പുതിയ ക്യാപ്റ്റൻ അമേരിക്കയോട് ഒരു ടീം യൂണൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് മേ ബി ഗവൺമെൻറ് കീഴിലായിരിക്കും. എന്നാൽ ക്യാപ്റ്റൻ സമ്മതിക്കുമെന്ന് തോന്നണില്ല. പകരം അവഞ്ചേഴ്സ് റീയൂണൈറ്റ് ആവണത് ചിലപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക വഴിയായിരിക്കും. അങ്ങനെ ഒരു സംഭവം നടക്കുന്നതായിട്ട് കാണിക്കുകയാണെങ്കിൽ സൂപ്പർ ഹീറോസിൻ്റെ ടീം അപ്പ് ചെയ്യുന്ന തന്നെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ തുടങ്ങാം. അതും ഏജ് ഓഫ് അൾട്രോണായിട്ട് സിമിലാരിറ്റി കാണിക്കും. റൂസോസ് എന്തായാലും ഡിഫറൻ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് പടം കണ്ടു തന്നെ അറിയണം. ഇനി ഏജ് ഓഫ് അൾട്രോണോട് സിമിലർ ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ് പറയാൻ പോകണമെങ്കിൽ മൂവിയുടെ ഓപ്പണിംഗ് തന്നെ ക്യാങ് കൗൺസിലിനെ തോപ്പിക്കുന്ന ഹീറോസീന്നാക്കാം. ജോനാഥൻ മേജേഴ്സിനെ ഫയർ എന്ന് മാത്രമേ നമുക്കറിയാവുള്ളൂ. ക്യാങ്ങിൽ നിന്ന് MCU ഫോക്കസ് മാറ്റിയെന്ന് വെച്ചാൽ ആ ഒരു ക്യാരക്ടറിനെ റീകാസ്റ്റ് ചെയ്ത് കൊണ്ടുവരില്ലാന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അതായത് ക്യാങ്ങിനെ റീകാസ്റ്റ് ചെയ്തൊരു ആക്ടറിനെ കൊണ്ടുവന്ന് അത് വെച്ച് അവഞ്ചേഴ്സിൻ്റെ ഒരു ഓപ്പണിംഗ് കൊടുക്കുക. അതിൻ്റെ ഒടുവിൽ അവഞ്ചേഴ്സ് ക്യാങ്ങിനെ തോൽപ്പിക്കണ പോലെ കാണിക്കാം. ഇനി അവിടെ അവഞ്ചേഴ്സ് യൂണൈറ്റ് ആവാൻ കാരണം തന്നെ ക്യാങ് ആണെന്നും പറയാലോ.
ക്യാങ് ദ കോൺഗറിനെയും ആ ഒരു ക്യാരക്ടറിൻ്റെ കൗൺസിലിനെയും തോൽപ്പിച്ച ഹീറോസ് മനസ്സിലാക്കുന്നത് അതിനേക്കാൾ വലിയൊരു ത്രെറ്റ് വരുന്നുണ്ടെന്നായിരിക്കും. ആ ഒരു ത്രെറ്റ് ഡോക്ടർ ഡൂമാണ്. ഡോക്ടർ ഡൂമിനെ തോൽപ്പിച്ച് ലോകത്തെ രക്ഷിക്കാൻ ഹീറോസിന് സാധിക്കുമോ എന്നുള്ളതാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ചോദ്യം. സോ ഹീറോസിനെ വെച്ച് ക്യാങ് കൗൺസിലിനെ ഇല്ലാതാക്കണം ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. ഇനി ഡോക്ടർ ഡൂമിന് വേണ്ടിയാണ് ക്യാങ് വർക്ക് ചെയ്യണമെങ്കിലോ? യെസ്, അതും ഒരു ഓപ്ഷനായിട്ട് എടുക്കാം. ഇത്ര നാൾ നമ്മൾ കണ്ടത് മൾട്ടിവേഴ്സിനെ റൂൾ ചെയ്യാൻ നോക്കുന്ന ക്യാങ്ങിനെ കുറിച്ചാണ്. എന്നാൽ ചെറുതായിട്ട് കഥയൊന്ന് മാറ്റി പിടിച്ച് ക്യാങ് മൾട്ടിവേഴ്സിനെ റൂൾ ചെയ്യാൻ നോക്കുന്നത് തന്നെ ഡോക്ടർ ഡൂമിന് വേണ്ടിയാണെന്ന് പറയാം. ക്യാങ്ങിനെയോ ആ ക്യാരക്ടറിൻ്റെ കൗൺസിലിനെയോ ഇല്ലാണ്ടാക്കാതെ തന്നെ സ്റ്റോറി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു ഓപ്ഷനാണിത്. പക്ഷേ ഇപ്പോൾ MCUവിൽ ക്യാങ്ങിനെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നേരത്തെ സംസാരിച്ച പോലെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ആക്ടറിനെ റീപ്ലേസ് ചെയ്തൊരു അപ്പിയറൻസ് കൊടുക്കുക. അതിലൂടെ മൊത്തം ക്യാങ്ങിൻ്റെ സ്റ്റോറിക്ക് ഒരു എൻഡും കൊടുക്കാൻ പറ്റും. അത് രണ്ട് വില്ലന്മാരെയും, അതായത് ക്യാങ്ങിനെയും ഡോക്ടർ ഡൂമിനെയും സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എൻ്റെയർ മൾട്ടിവേഴ്സ് ആകെയുടെ എൻഡിനുള്ളൊരു തുടക്കമാണ്. അതായത് ഡോക്ടർ ഡൂം ഡൂംസ്ഡേക്ക് ശേഷം വരുന്ന ഗ്രാൻഡ് ഫിനാലിൽ വീണ്ടും അപ്പിയറൻസ് നടത്തും. അപ്പോഴേക്കും ക്യാങ് കൗൺസിലിൻ്റെ എൻഡും സ്റ്റോറിയിൽ പറഞ്ഞു പോവാം. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ആ ക്യാരക്ടറിൻ്റെ ഒരു സപ്പോർട്ടിംഗ് റോളോ അല്ലെങ്കിൽ ഓപ്പണിംഗ് സീക്വൻസിൽ തന്നെ ഒരിടത്തൊക്കെ കാണിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ക്യാങ്ങിനെ കൊണ്ട് മൾട്ടിവേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കുന്ന ഡോക്ടർ ഡൂം സ്വയം തൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന പോലെ കഥ കൊണ്ടുപോവാം. അല്ലെങ്കിൽ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ തന്നെ ക്യാങ്ങിനെ വെച്ച് കഥ പറയാം. ഹീറോസിനെതിരെ ഡൂം ക്യാങ്ങിനെ അയക്കണതും തുടർന്ന് ഇൻകേഷൻ നടക്കുന്നതും അതിലൂടെ ഡോക്ടർ ഡൂം തൻ്റെ ലക്ഷ്യം നിറവേറ്റി ബാറ്റിൽ വേൾഡ് ഉണ്ടാക്കുന്നതും കാണിക്കാം. പക്ഷേ ഇങ്ങനെ കാണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓൾറെഡി ജോനാഥൻ മേജേഴ്സിനെ MCU ഫയർ ചെയ്ത് കഴിഞ്ഞു. സോ ഇങ്ങനൊരു സാഹചര്യത്തിൽ വീണ്ടും ആ ഒരു മെയിൻ ക്യാരക്ടറിലേക്ക് റിട്ടേൺ ചെയ്യിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണെന്നല്ല, ഇത് നടക്കാനുള്ള സാധ്യത 0.1% ഉള്ളൂ. ഡോക്ടർ ഡൂമിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ലോകത്തെ റൂൾ ചെയ്യലാണ്. എൻ്റെയർ മൾട്ടിവേഴ്സിനെ കൺട്രോളിൽ കൊണ്ടുവരുന്നതും മൾട്ടിവേഴ്സിനെ റൂൾ ചെയ്യലൊന്നും ചിലപ്പോൾ പോസിബിളായി കാണാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതിന് പറ്റാത്തതുകൊണ്ടോ ആവാം ഇൻകേഷൻ ഒരു അഡ്വാൻറ്റേജ് എടുത്ത് ഒരു ബാറ്റിൽ വേൾഡ് ഉണ്ടാക്കി അതിനെ കൺട്രോളിൽ എടുക്കുന്നത്. ആ ഒരു ഇൻസിഡൻ്റ് പേരായിരിക്കും ഡൂംസ്ഡേ. ഫൈനലി തൻ്റെ ലക്ഷ്യത്തിലേക്ക് ഡോക്ടർ ഡൂം എത്തുന്നു. അവിടെ അയാൾക്ക് വേണ്ടി തന്നെ ഒരു എംബർ ഉണ്ടാക്കും. കോമിക്സിലും സീക്രട്ട് വാർസിലും അത് തന്നെയാണ് ഫോക്കസ് ചെയ്യണത്. അവിടെ അയാൾ ആ ഒരു വേൾഡിൻ്റെ ഗോഡാണ്, ഗോഡ് എംബർ ഡ്യൂം. ഇൻകേഷനെ തുടർന്ന് നശിക്കുന്ന പല യൂണിവേഴ്സിൻ്റെ പല പോർഷൻസ് ചേർത്താണ് ആ ക്യാരക്ടർ ബാറ്റിൽ വേൾഡ് ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും കാണിക്കാൻ പോണത്. ഒരു പക്ഷേ ഡോക്ടർ ഡൂം ഓൾറെഡി ഇൻകേഷനെ മുമ്പിൽ കണ്ടിട്ടുണ്ടാവും. ഡോക്ടർ സ്ട്രേഞ്ച് 2 ഒരു ഇൻകേഷനെ കുറിച്ച് പറയണ്ടല്ലോ. ഡൂംസ്ഡേയിൽ കാണിക്കാൻ പോകുന്ന ഇൻകേഷനും ചിലപ്പോൾ അതായിരിക്കും. സോ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ ഡയറക്റ്റ് കണ്ടിന്യൂഷൻ ആക്കി ഡൂംസ്ഡേ ബിൽഡ് ചെയ്യാം. അതായത് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ പോസിറ്റീവ് റെഡ് സീലിൽ ക്ലിയും ഡോക്ടർ സ്ട്രേഞ്ചും ഇൻകേഷനെ കുറിച്ച് അറിഞ്ഞ് അങ്ങോട്ടേക്ക് പോകണ്ടല്ലോ. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഡോക്ടർ സ്ട്രേഞ്ചിനെ മോളിക്യൂൾ മാനെയും അല്ലെങ്കിൽ മോളിക്യൂൾ മാനെ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ക്യാരക്ടറിനെ ആയിരിക്കും. അവിടെ വെച്ച് അവരെല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയെടുക്കുന്ന വേൾഡ് ആയിരിക്കാം ബാറ്റിൽ വേൾഡ്. ഇവിടെ ഡോക്ടർ ഡൂം തൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം നിറവേറ്റാൻ അഡ്വാൻറ്റേജായി എടുക്കുന്നത് ഇൻകേഷനായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഗലാക്ടസിന്റെ ഹെൽപ്പ് വെച്ച് ഇൻകേഷൻ മുഖേന ഡോക്ടർ ഡൂം ബാറ്റിൽ വേൾഡ് ഉണ്ടാക്കിയായിരിക്കും. സ്ട്രേഞ്ചിനെ വെച്ച് കണക്ട് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണിത്. ആ ഒരു ബാറ്റിൽ വേൾഡ് ഉണ്ടാക്കണ വരെ ക്യാങ്ങിന്റെ എക്സിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ബാറ്റിൽ വേൾഡ് ഫോം ആകുമ്പോൾ ആ ഒരു ക്യാരക്ടറിന്റെ ആർക്ക് അവസാനിപ്പിക്കാം. ഇനി ആ ക്യാരക്ടറിനെ വെച്ച് ഒന്നും പറയാനില്ല എന്നാണ് മാർവലിന്റെ തീരുമാനമെങ്കിൽ അതിനും വഴിയുണ്ട്. എന്തുകൊണ്ട് ക്യാങ്ങോ ക്യാങ്ങിന്റെ കൗൺസിലോ ഇപ്പോഴില്ല, അതിന് കൊടുക്കാൻ പറ്റിയൊരു എക്സ്പ്ലനേഷനാണ് ലോക്കി സീസൺ 2. ആ ഒരു സീരീസിന്റെ അവസാനം ക്യാങ്ങിനെ കുറിച്ചും ആ ക്യാരക്ടറിന്റെ വേരിയൻസിനെ കുറിച്ചും TVയെ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാങ് ഉണ്ടെങ്കിൽ തന്നെ മൾട്ടിവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് TVയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് ക്യാങ്ങുമായിട്ട് ഏറ്റുകൊണ്ടാകും. TVയെ മൾട്ടിവേഴ്സിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുവഴി തന്നെ എല്ലാ ക്യാങ് വേരിയൻസിനെയും അവർ മോണിറ്റർ ചെയ്യണമെന്ന് പറയാം. അതുവഴി ക്യാങ്ങിനെ TVA മെമ്പേഴ്സ് ക്യാപ്ചർ ചെയ്തു എന്ന തരത്തിൽ സ്റ്റോറി ആക്കാം. ഡൂംസ്ഡേയുടെ ഓപ്പണിങ്ങിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഇങ്ങനൊരു ഡയലോഗ് കൊടുത്താലും ക്യാങ്ങിന്റെ സ്റ്റോറി സിമ്പിളായിട്ട് കഴിഞ്ഞു. ഇനി ഈ പറഞ്ഞ റീസൺസ് തന്നെ വേണമെന്നില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല, അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ സിനിമയിലൂടെ തന്നാൽ മതി. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ആരെയും ഇപ്പോൾ ക്യാങ് എവിടെ അല്ലെങ്കിൽ ആ ക്യാരക്ടർ എന്താ വരാത്തതെന്ന് ചോദിച്ചാൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഉത്തരം പറയാൻ പറ്റണം. ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ഉള്ള മൾട്ടിവേഴ്സിൽ നിന്ന് എന്താണ് MCU കൊണ്ടുവരാൻ പോണേന്ന് വെയിറ്റ് ചെയ്ത് തന്നെ നോക്കാം. നിങ്ങൾക്ക് എന്താണ് തോന്നണതെന്ന് കമൻറ്റ് ചെയ്യുക. See you next time with another video guys. This is CG signing off.